ഹലോ, ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഈ നമ്മുടെ സമകാലീന ജീവിതചര്യകളിൽ എല്ലാം സാഗൂതം വീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒട്ടും ഇല്ലാതായി പോകുന്ന ഒരു വിഷയം പ്രതിബദ്ധത, അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരു വിഷയം മനസ്സിലിങ്ങനെ ചില ഓളങ്ങളുണ്ടാക്കും. ആർക്കും ആരോടും പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹം, അവിടേക്കാണോ നമ്മുടെ ഈ യാത്ര എന്ന് എനിക്ക് തോന്നിപ്പോകും. അപ്പോൾ ഭാരത് മാതാ കി ജയ്, അല്ലെങ്കിൽ ജയ് ഹിന്ദ്, അല്ലെങ്കിൽ വന്ദേ മാതരം എന്ന് പറയുമ്പോൾ പോലും അസഹിഷ്ണുക്കളായി പോകുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരായിട്ട് നമ്മളെല്ലാവരും മാറി തുടങ്ങുകയാണ്. മാതൃരാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായാലും ഒരുമിച്ച് നിൽക്കാൻ പലവട്ടം ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥ. സ്വന്തം ചേരിയിലുള്ളവർ കഴിവുള്ളവരാണ്, അതുകൊണ്ട് ചില കർത്തവ്യങ്ങൾ ഏൽപ്പിക്കാം എന്ന് പറയുമ്പോൾ അസഹിഷ്ണുക്കളായി അത് പറ്റില്ല എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തുന്നവ സ്ഥിതി. എവിടേക്കാണ് ഈ യാത്ര? പണ്ടൊരു നാൾ നമ്മൾ വിപ്ലവഗാനങ്ങൾ ആലപിച്ച് വിപ്ലവമുണ്ടാക്കി ചരിത്രം സൃഷ്ടിച്ച് ഏതൊക്കെയോ ശത്രുകരങ്ങളിൽ നിന്നും അതുപോലെ അടിമത്തത്തിൽ നിന്നും രക്ഷ നേടിയൊരു ചരിത്രം കാലമുണ്ടായിരുന്നു. ആ കാലത്തു നിന്നൊക്കെ നമ്മൾ അതിദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് വേണ്ടത് ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള ഊർജവും ശക്തിയും അതിനുള്ള സാങ്കേതിക വിദ്യകളുടെ മികവാർന്ന ഉപയോഗക്രമങ്ങളുമൊക്കെയാണ്. കാരണം നമുക്ക് ഇന്ന് അടിമത്തമില്ല, സർവത്ര സ്വാതന്ത്ര്യമാണ്, അമിത സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമാ തിയേറ്ററിൽ പോയി 2 നിമിഷം നീച്ച് നിന്ന് നമ്മൾ ജനഗണമന പാടുന്ന ഒരു കൂട്ടായ സംരംഭമുണ്ടായാൽ അത് നമ്മളേവരും ഒന്നാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജനതയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുമെന്ന സന്ദേശം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു ശ്രമമായി കരുതാൻ പോലും നമ്മൾ വിമുഖത കാണിക്കുന്നു. അപ്പോഴും നമ്മുടെ മനസ്സിൽ ആത്മരോഷം, നമ്മളെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു അനുഭവം. ആലോചിക്കുക, കൂട്ടായ്മ വേണ്ടേ? ഒരുപാട് പേരിങ്ങനെ സ്വയം സ്നേഹിക്കൂ, സ്വയം വളരൂ, സ്വയം സമാധാനം കണ്ടെത്തൂ എന്നൊക്കെ നമ്മളെ ഇങ്ങനെ ഘോരഘോരം ആശംസകളിലൂടെ പ്രസംഗങ്ങളിലൂടെ മോട്ടിവേഷനായിട്ട് പറഞ്ഞു തരുമ്പോൾ നമ്മളൊരു തുരുത്തിലേക്കും കോണിലേക്കും ഒറ്റപ്പെടുകയാണ് എന്ന വലിയ സത്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. കൂട്ടുകുടുംബങ്ങളില്ല, ബന്ധങ്ങളില്ല, കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും തമ്മിൽ മത്സരം, രാഷ്ട്രവും രാഷ്ട്രീയവും വേർതിരിച്ച് കണ്ട് പല കക്ഷികൾ തമ്മിൽ മത്സരം, ജാതിമത സ്പർദ്ധ. ആർക്കും ഒരുമിച്ച് നിൽക്കണ്ട, എല്ലാവർക്കും തൻ്റെ ഇടം ഭദ്രമാക്കണം, തനിക്ക് സൗഖ്യം വരണം, അതിനുവേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരാണ്. അങ്ങനെയല്ല എന്നാണ് എന്തൊക്കെ പുരോഗമനവാദം പറഞ്ഞാലും എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ആർക്കൊക്കെയോ വേണ്ടി കഷ്ടപ്പെടാനും സഹായം ചെയ്യാനും വലിയ മനസ്സ് കാണിച്ചത് കൊണ്ടാണ് ഈ മഹാരാജ്യം, ഈ ലോകം ഇന്ന് ഈ ക്രമത്തിലെത്തിപ്പെട്ടത്, മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇത് സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നാളെയെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം.
സ്വന്തം വളർച്ചയും ഉയർച്ചയും സ്വന്തം കടമയാണ്. അത് മറ്റൊരാളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതാണ്. ആ സത്യം ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ കൂട്ടായ്മ വലിയ ശക്തിയാണെന്ന ഉത്ബോധനം ഓരോരുത്തരിൽ നിന്നുണ്ടാവണം. എല്ലാവർക്കും സമാധാനമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം പരസ്പരം ഉണ്ടാക്കുകയും വേണം. അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഞാൻ ഈ വിഷയങ്ങൾ ഇത്രയേറെ ആഭിമുഖ്യത്തോടെ നിങ്ങളോട് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാവരും പെട്ടെന്ന് മാറിയിട്ട് എല്ലാം നല്ലപടിയാക്കുന്നവരാകുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. പക്ഷേ എൻ്റെ ആശങ്കകളും സന്ദേഹങ്ങളും എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ആലോചിക്കുക, ഒരുമിച്ച് നിൽക്കലിൻ്റെ ആവശ്യം ആലോചിക്കുക, അന്യനെ നോവിക്കാതിരിക്കുന്നതിൻ്റെ ഔചിത്യം ബോധ്യപ്പെടുക, സ്വയം ഒരു മൺചിരാത് പോലെ ഒരു കുഞ്ഞു വെട്ടമെങ്കിലും പരത്തുമ്പോൾ കിട്ടുന്ന ആത്മസുഖത്തിനെക്കുറിച്ച് ആലോചിക്കുക. വിഷയം ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല സുഹൃത്തുക്കളെ. പക്ഷേ നിങ്ങളോട് പൊതുസമൂഹത്തിൻ്റെ ഒരു കോണിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ പറയാനുള്ളത് പറഞ്ഞു വച്ചു എന്ന് മാത്രം. ഏവർക്കും സൗഖ്യവും നന്മകളുമുള്ള ശുഭദിനങ്ങളാകട്ടെ എന്ന പ്രത്യാശയോടെ ഇന്നത്തേക്ക് ഇത്രയും നിർത്തട്ടെ.